നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവൻ എന്തേ കാണിക്കുന്നേ? നാണമില്ലേ ഇവനിങ്ങനെ വല്ലവരുടെയും കൊച്ചിനെ എടുത്ത് എഴുന്നള്ളിക്കാൻ? നാണം കെട്ടവൻ. ഓഹോ, അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു സെറ്റായല്ലേ? ശരിയാക്കി തരുന്നുണ്ട് ഞാൻ എല്ലാത്തിനെയും. ഹലോ മിഷേൽ, ഹൗ ആർ യു? എന്ന് നാട്ടിലെത്തി? ഓഹോ, എന്നിട്ട് ഇപ്പോഴാണോ വിളിക്കുന്നേ? അത് ശരി, അപ്പോ താനത് മറന്നിട്ടില്ല. താങ്ക്സ്. ഞങ്ങള് ഡയറക്റ്റ് പോയി മീറ്റ് ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ, താങ്ക് യു ഡിയർ. അപ്പോ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ശരി, ഓക്കെ. സച്ചേട്ടൻ വലിയ സന്തോഷത്തിലാണല്ലോ. ആരായിരുന്നു ഫോണില്? എന്റെ ഫ്രണ്ട് മിഷേൽ. മിഷേലായിരുന്നോ? അവള് നാട്ടിലെത്തിയോ? അവള് വന്നിട്ട് 2 ദിവസമായി. വേറൊരു കാര്യം പറയാൻ ഇപ്പൊ വിളിച്ചത്. എന്ത് കാര്യം? അത് നിനക്കൊരു സർപ്രൈസാ. സർപ്രൈസോ? നമ്മൾ ഒരുമിച്ച് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ, അതിലേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. മിഷേലിനോട് നമ്മൾ IVF ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു? അന്ന് നമ്മളൊരു ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡോക്ടർ ഇഷാന, അങ്ങനെയല്ലേ അവരുടെ പേര്? അത് തന്നെ, ഡോക്ടർ ഇഷാന. അമേരിക്കയിൽ നിന്ന് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ എക്സ്പെർട്ടായ മിഷേലിന്റെ ഫ്രണ്ട്. ആ ഡോക്ടർ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് വേണ്ടി മിഷേൽ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ നമുക്ക് അവരെ പോയി കാണണം. ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ലല്ലോ. മിഷേലിനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് കുറച്ചു നാളായില്ലേ. ഇപ്പോ അവർ നാട്ടിലൊരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിന്റെ ഇനാഗുറേഷൻ. നമുക്ക് നാളെ തന്നെ പോയി അവരെ കാണാം. താൻ എന്ത് പറയുന്നു? ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കിയായിരുന്നു. ഇന്ന് വരെ അവര് ട്രീറ്റ്മെന്റ് നടത്തിയ ഒരാളും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാ കേസുകളും പോസിറ്റീവാ. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മിഷേൽ അവർക്ക് അയച്ചു കൊടുത്തായിരുന്നല്ലോ. തന്റെ കാര്യത്തിലൊരു പോസിറ്റീവ് സൈൻ ഉണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. താനിപ്പോ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. അഡോപ്റ്റ് ചെയ്താണെങ്കിലും ഇപ്പൊ നമുക്കൊരു കുഞ്ഞുണ്ട്. പെട്ടെന്ന് ഒന്നുകൂടി വേണോ എന്നല്ലേ തന്റെ സംശയം? അല്ല, സച്ചേട്ടന്റെ ഇഷ്ടം തന്നെ എന്റെ ഇഷ്ടം. എടോ, നമ്മുടെ മോക്ക് ഒരു കുറവും വരുത്തില്ല. പൊന്നുപോലെ നമ്മൾ അവളെ വളർത്തും. അതിനോടൊപ്പം നമുക്ക് ഇനിയും കുഞ്ഞുങ്ങൾ വേണം. ഇല്ലെങ്കിൽ ഇവളെ ഒറ്റയ്ക്കാവും. ഞാനതിന് വേണ്ടെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമുക്ക് നാളെ തന്നെ പോവാം, പോരെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.